ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിലാട്ടാണ്. ഒരു 5 മിനിറ്റ്സ് ഒക്കെ മതി. അത്രയും സിമ്പിളായിട്ടൊരു ബോട്ടിലാട്ടാണ്. നല്ല അടിപൊളിയായിട്ടൊരു നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു ബോട്ടിലാട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സിബിസിയുടെ ചോക്ക് പെയിൻ്റ് ആണ് കേട്ടോ. റോസ് ബ്ലഷ് കളറാണ്. നല്ലൊരു ലൈറ്റ് നല്ലൊരു പിങ്കാണ്. ഇതിപ്പോൾ 60 ml ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിന് 150 രൂപയാണ് റേറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഓഫറൊക്കെ ഉണ്ടാകുന്നുണ്ട്. 50%, 80% ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സിബിസിയുടെ സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ചോക്ക് പെയിൻറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ആക്രിലിക് പെയിൻറ്റിനേക്കാളും കുറച്ചുകൂടി ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒരു തിക്നെസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കോട്ടൊക്കെ അടിക്കുമ്പോൾ തന്നെ നമ്മളെ ബോട്ടിലേക്ക് നല്ലൊരു കവറേജ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു ലൈറ്റായിട്ടൊരു സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ വെച്ചിട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് സെക്കൻഡ് കോട്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ട് തന്നെ നമ്മളെ ബോട്ടിലേക്ക് നല്ലൊരു കവറേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പെയിൻറ്റ് കുറച്ച് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് ഞാനും ഒരു ലൈറ്റായിട്ടൊരു സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ചോക്ക് പെയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിലും ആക്രിലിക് പെയിൻറ്റിലേക്ക് ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ വാൾ പുട്ടിയോ അല്ലെങ്കിൽ പ്ലാസ്റ്ററോ പാരീസ് ഇതിലേതെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോക്ക് പെയിൻറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹോം മെയ്ഡായിട്ട് ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. ഇറ്റ്സിബിസിയുടെ ചോക്ക് പെയിൻറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ബോഡി ലോഷനൊക്കെ ഉണ്ടാവില്ലേ, ക്രീമൊക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് നമ്മളെ ബോട്ടിൽ കാണാൻ തന്നെ. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ബോട്ടിൽ കണ്ടില്ലേ ചെറുതായിട്ടൊരു ചതിഞ്ഞ പോലുള്ളത്. സാധാരണ നമ്മളെ ഗ്ലാസ് ബോട്ടിലൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് മനസ്സിലായിട്ടില്ല കേട്ടോ. പെയിൻറ്റ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇടവിട്ട് നമ്മളൊരു പോൾക്ക ഡോട്ട്സ് ആയിട്ട് ഫുള്ളായിട്ട് നമ്മളെ ബോട്ടിലേക്കൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ബഡ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ബഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ഡോട്ടിൻ്റെ സൈസ് ഇത്തിരി കൂടി കൂടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റും ഒരു പിങ്കും കൂടെ വന്നപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളർ വന്നിട്ടുണ്ടല്ലേ. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ബോട്ടിൽ നമുക്ക് ഇങ്ങനെ തന്നെ മതി കേട്ടോ. ഒരു ജൂട്ടൊക്കെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ തന്നെ നമുക്കൊരു ബോട്ടിലായിട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇതിന് കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഒരു എലഗൻറ്റ് ലുക്ക് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇറ്റ്സിബിസിയുടെ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. പേപ്പർ ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല കളേഴ്സൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അത് പീൽ ചെയ്തിട്ടൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ആവുന്നതേ ഉള്ളൂ. ഈ ഒരു പാക്കറ്റിൽ 8 പീസസ് ആണുള്ളത്. 6 ഫ്ലവേഴ്സും പിന്നെ ഒരു 2 ബട്ടർഫ്ലൈസും ആണുള്ളത്. അതിൻ്റെ ലീഫും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ 6 എണ്ണത്തിൻ്റെ ഈ ഒരു സെറ്റിന് 300 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് നല്ല ഓഫറൊക്കെ ഉള്ള സമയത്ത് 50%ഉം അതുപോലെ 80% ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അത് നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാനൊരിക്കൽ ഇതുപോലെ 80% ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് വാങ്ങിച്ചതായിരുന്നു. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു പേർപ്പിൾ കളറ് ഫ്ലവർ എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ ചെറുതായിട്ട് ഒരു ചതക്കുണ്ടെന്ന് പറഞ്ഞില്ല, ആ ഒരു ഭാഗത്താണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ലൈറ്റ് പിങ്ക് ഒരുപാട് അങ്ങ് ഇതിലേക്ക് മാച്ച് ആവില്ല, കാരണം ആ ഒരു കളറും അത് തന്നെയാണല്ലോ. പിന്നെ ഞാൻ ആ ഒരു കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് ഉണ്ട്, ആ ഒരു പിങ്കും അങ്ങനെ 2 ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇനി ഒരുപാട് ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നില്ല, കാരണം നമ്മളെ ബോട്ടിൽ ഒരുപാട് സൈസിലെ കുഞ്ഞു ബോട്ടിലല്ലേ. അപ്പോൾ ഞാൻ അതിലൊരു ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ബട്ടർഫ്ലൈസും കൂടെ ഒന്ന് എടുത്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ആ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുത്തപ്പം ആ ഒരു ബോട്ടിലിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നില്ല, അത്രയും നല്ലൊരു പെർഫെക്ഷനും ഒരു നല്ലൊരു ക്യൂട്ട്നെസ്സും ഉണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ഒരു വിങ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റെഡി ആക്കേണ്ടത്, കാരണം 2 ലെയർ ആയിട്ടാണ്. അപ്പോൾ ഒന്നിങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്ന ആ രീതിയിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുത്തപ്പം പിന്നെ ഞാൻ അതിലുള്ള ഒരു പർപ്പിൾ കളർ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ആ ഒരു കളേഴ്സൊന്നും നമുക്കിതിലേക്ക് അത്രയ്ക്ക് ഒരു മാച്ചിങ് ആവട്ടല്ലോ, കാരണം ഭയങ്കര ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ബോട്ടിലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മളെ ബോട്ടിലാണെങ്കിലും സൈസ് ഭയങ്കര കുഞ്ഞല്ല, അപ്പോൾ അതിലേക്ക് ഇത്രയും തന്നെ നല്ലൊരു ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇറ്റ്സിബിസിയുടെ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പല ടൈപ്പ് ഫ്ലവേഴ്സ്
ഇതുപോലെ വൈറ്റ് കളർ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി പെയിൻറ്റ് ചെയ്തതൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ കയറി പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പാംക്രാഫ്റ്റ് എന്നുള്ള കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ ഒരു 5% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സിൻ്റെ അതുപോലെ ചോക്ക് പെയിൻറ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമേ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെയും 1-2 ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുഞ്ഞ് ഫ്ലവറൊക്കെ ആദ്യം ഒട്ടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഇത്രയും തന്നെ ഇതിലേക്ക് നല്ലൊരു കറക്റ്റാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു വളരെ ഈസി ആയിട്ടൊരു ബോട്ടിലായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബോട്ടിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കാതെ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയാണ്. ആ ഒരു ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് അവിടേക്ക് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിലൊരു ജൂട്ടടും കൂടെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഗുമ്മായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വളരെ ഈസി ആയിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ ഒന്നും ഈ ഒരു ബോട്ടിൽ വിട്ട് പോകരുത്, കാരണം അത്രയും ഒരു ഭംഗിയുള്ളൊരു ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഞാൻ HCPCയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഡിസ്കൗണ്ടുള്ള സമയത്ത് നമുക്ക് വാങ്ങിക്കുമ്പോൾ നല്ല ഒരുപാട് കളക്ഷൻസ് നമുക്ക് കുറഞ്ഞ റേറ്റ് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നല്ല 80% സെയിൽസൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ എല്ലാവരും ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും.